ആയാറാം ഗയാറാം രാഷ്ട്രീയം കൊണ്ട് കുപ്രസിദ്ധ ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവരാണ് വടക്കേന്ത്യയിലെ BJP നേതാക്കന്മാർ. എന്തായാലും അത്തരം അനാശാസ്യകരമായ രാഷ്ട്രീയ പ്രവണതകൾ സഹ്യൻ കടന്ന് കേരളത്തിലേക്ക് എത്തുവാൻ നാളിതുവരെ നമുക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ പടിപടിയായി കേരളീയരിടയിലേക്ക് അവരുടെ സമ്മതിദാനാവകാശത്തെ പണം കൊടുത്തും വിഭാഗീയമായ ചിന്തകൾ നൽകിയും സ്വാധീനിക്കുവാൻ BJP ബോധപൂർവമായി ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പാലക്കാട്ട് നിന്നും മറ്റിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പണക്കരുത്തിൽ എത്ര കോടികൾ പോലും ചെലവഴിക്കാൻ മടിക്കാത്ത അവസരങ്ങൾ BJPക്ക് നിലവിലുണ്ടെന്നിരിക്കെ പരമാവധി പണം അനാരോഗ്യകരമായി നാട്ടിലൊഴുക്കി ജനങ്ങളെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ BJP നടത്തുമ്പോഴാണ് മലയാളികൾക്ക് കേട്ടുകേഴ്വി ഇല്ലാത്ത വിധം പരസ്യമായി പണം നൽകി ജനങ്ങളെ സ്വാധീനിക്കാൻ പാലക്കാട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ നേതൃത്വം കൊടുക്കുന്നത്. നോക്കൂ, ഒരു സാധാരണ വീട്ടിലെ ഒരു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് മരുന്ന് വാങ്ങാൻ 5000 രൂപ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് വീഡിയോയിൽ പകർത്തുവാൻ UDFന്റെ പ്രവർത്തകർ കാണിച്ച ധീരതയുണ്ടല്ലോ. അതാണ് കേരളത്തിന്റെ ജനാധിപത്യ ബോധം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപകടകരമായ ശീലങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ഇത്തരം പ്രവണതകൾ കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ പാലക്കാട് UDFന്റെ പ്രവർത്തകർ കാണിച്ച ധീരതയാണ് നമ്മൾ ആദ്യമായി സല്യൂട്ട് ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഭയവിഹുല്യതയില്ലാതെ തങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് അവർ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ സമ്മതിദാനാവകാശം ഉത്തരവാദിത്തത്തോടെ രേഖപ്പെടുത്തുവാൻ മലയാളികൾ കാണിക്കുന്ന അവരുടെ താല്പര്യം എന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ വലിയ ശതമാനം വോട്ടർമാർ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിന്റെ ജനാധിപത്യ പരീക്ഷണത്തിൽ അനാരോഗ്യകരമായ അശ്ലീലകരമായ ശീലങ്ങൾ ഉണ്ടാക്കുവാൻ ബോധപൂർവമായി RSS ശ്രമം നടത്തുമ്പോൾ അതിനുവേണ്ടി അവരുടെ അണികളെ പ്രാപ്തമാക്കുവാൻ അവരുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ അട്ടിമറികളെ പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുവാൻ നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്ന താല്പര്യവും വളരെ പ്രത്യേകം ശ്ലാഘനീയമാണ്.